UDFന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായി CPM പ്രത്യേകമായ ശ്രമങ്ങൾ നടത്തിയിട്ടുമല്ല. പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവരുടെ സെക്കുലർ ക്രെഡൻഷ്യലിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നല്ല ബോധ്യമുള്ള ജനതയാണ് പാലക്കാടിന്റെ ജനത. എത്ര വലിയ വെല്ലുവിളി ഉണ്ടാകുമ്പോഴും മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ നാടിന്റെ സവിശേഷതയുടെ ഭൂരിപക്ഷമായിട്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. പാലക്കാട് പുതിയ MLA വന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത്. പ്രത്യേകിച്ച് ദീർഘകാലത്തെ സുഹൃത്തു കൂടിയായ പിഷാരടി MLA ആകുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കലാകാരന്മാർ ധാരാളമായി രാഷ്ട്രീയത്തിലേക്ക് വരാറുണ്ട്, ജനപ്രതിനിധികളാകാറുണ്ട്. പക്ഷേ കലാകാരൻ എന്നതിനപ്പുറം നല്ല രാഷ്ട്രീയ ബോധമുള്ള, നമ്മൾ രമേശ് പിഷാരടി അങ്ങനൊരു കലാകാരൻ മാത്രമായി അടയാളപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല. അയാൾ നല്ല ഏതൊരു വിഷയത്തെപ്പറ്റിയും കൃത്യമായ രാഷ്ട്രീയ ധാരണകളും ക്ലാരിറ്റി ഓഫ് തോട്ടുമൊക്കെയുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനാകുവാൻ അദ്ദേഹത്തിന് കഴിയും. കേരളം മുഴുവനായിട്ടുണ്ടാകുന്ന വിജയമാണല്ലോ. ഏതെങ്കിലും ഇന്ന് നേതാക്കന്മാരെല്ലാം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ വിജയം മാത്രമല്ല ഇത്. മുൻപൊക്കെ ഇങ്ങനെ മലബാറിൽ UDFന്റെ മേൽക്കൈ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ മേൽക്കൈ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയല്ലല്ലോ. ഇത് കേരളം മുഴുവൻ 14 ജില്ലയിലൂടെയും ആ മേധാവിത്വം, അതും പ്രത്യേകിച്ച് പാർട്ടിയുടെ കോട്ടകൾ പയ്യന്നൂരും അതുപോലെ തന്നെ CPMന്റെ ഏറ്റവും വലിയ കോട്ടയായ കൂത്തുപറമ്പും അതുപോലെ തന്നെ ധർമ്മടവും മട്ടന്നൂരും അടക്കമുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇത്രയും വെല്ലുവിളി ഉയർത്താൻ പറ്റുക, അതിൽ പല സീറ്റുകളും ജയിച്ചു വരാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശ്രമം നല്ല ഭരണം കേരളത്തിൽ കാഴ്ചവെക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ തോറ്റു എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു ഫേക്ക് വാനിറ്റിയിലൂടെ കേരളത്തിലെ പറ്റിച്ചുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചിരുന്ന ഒരു സർക്കാരിന് മുഖമടച്ച മറുപടി ഈ സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പാർട്ടിയുടെ ഏറ്റവും സുരക്ഷിത കോട്ടയിൽ 6 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു. 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടുന്നു. മുന്നണിയെ നയിച്ച മുന്നണിയുടെ കൺവീനർ പരാജയപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഒക്കെ അവർക്ക് മത്സരിച്ച സീറ്റുകളുടെ പ്രത്യേകത അതെല്ലാം കോട്ടകളാണ്. ആ കോട്ടകളിൽ തന്നെ പരാജയപ്പെടുന്നു.